ഒരു ബൊട്ടിക്കിനെ നമ്മൾ ഓൺലൈനിലേക്ക് മാറ്റുമ്പോൾ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഘടകമാണ് കോണ്ടന്റ് ക്രിയേഷൻ. അത് എങ്ങനെ പ്ലാൻ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത്. അതായത് നമുക്കൊരു മന്ത്ലി പ്ലാൻ ഉണ്ടായിരിക്കുക. എന്തൊക്കെയായിരിക്കും നമുക്ക് കൂടുതൽ ഫോളോവേഴ്സിനെ ക്രിയേറ്റ് ചെയ്യണോ, നമുക്ക് നല്ല പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യണോ, അതുപോലെ തന്നെ നമ്മുടെ ബ്രാൻഡിൻ്റെ ട്രസ്റ്റ് ഇൻക്രീസ് ചെയ്യിക്കണോ, അതോ നമുക്ക് പുതിയ പുതിയ കുറേ നല്ല പുതിയ ലീഡ്സ് ജനറേറ്റ് ചെയ്യണോ. അപ്പോൾ ഏതാണ് നമ്മുടെ പ്ലാൻ എന്ന് നമുക്ക് നമ്മൾ പ്ലാൻ ചെയ്യുക. അതോടൊപ്പം തന്നെ നമുക്ക് പലതരത്തിലുള്ള കോണ്ടൻറ്റുകൾ നമുക്ക് ഇടാം. അതായത് എഡ്യൂക്കേഷണൽ ടൈപ്പ്, എൻഗേജ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ അതോറിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, നമ്മുടെ എക്സ്പെർട്ടൈസ് ഷോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസ് ഇടാം. അതുപോലെ തന്നെ നമുക്ക് സെയിൽസിനകത്ത് നമുക്ക് പ്രൊഡക്റ്റിൻ്റെ ഷോക്കേസ് ചെയ്തുകൊണ്ട് നമുക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ ഏതാണ് വേണ്ടത് നമ്മൾ പ്ലാൻ ചെയ്യുക. പിന്നെ ഓരോ വീക്കിലും നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോണത്, റീൽസായിട്ടും ഫോട്ടോസായിട്ടും കെറോസൽ ആഡായിട്ടും അതുപോലെ തന്നെ സ്റ്റോറീസും യൂട്യൂബ് ഷോർട്സ് ആയിട്ട് എന്തൊക്കെ ടൈപ്പാണ് നമ്മൾ എന്തൊക്കെ കോണ്ടൻറ്റുകളാണ് ചെയ്യാൻ പോകുന്നതെന്ന് ഒന്ന് പ്ലാൻ ചെയ്യുക. അതോടൊപ്പം തന്നെ ഫസ്റ്റ് വീക്കിൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റോറീസൊക്കെ പറയാം, ഞാൻ എന്തുകൊണ്ടാണ് ഇത് തുടങ്ങാനുള്ള കാരണം എന്ന് പറയാം, നമ്മുടെ മിഷൻ പറയാം, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ ടെസ്റ്റിമോണിയൽസ് നമുക്ക് കാണിക്കാം. ഇനി സെക്കൻഡ് വീക്കിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഫാബ്രിക്കിൻ്റെ ടിപ്സൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം, സ്റ്റൈലിംഗ് ടിപ്സുകൾ ഷെയർ ചെയ്യാം, കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്സുകൾ ഷെയർ ചെയ്യാം, അതുപോലെ തന്നെ ഹൗ ടു ചൂസ് യുവർ റൈറ്റ് പ്രോഡക്റ്റ്, അതുപോലെ തന്നെ എങ്ങനെയാണ് നമുക്ക് ക്ലോത്ത്സിനെ നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. പലതരത്തിലുള്ള വസ്ത്രങ്ങൾ ഇപ്പോൾ വാഷ് ചെയ്യുന്ന രീതികളൊക്കെ ഉണ്ട്, അപ്പോൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്ക് വീഡിയോസ് ഇടാം. അതുപോലെ അടുത്ത ഒരു മൂന്നാമത്തെ വീക്കിലേക്ക് ആകുമ്പോഴത്തേക്കും നമ്മുടെ ഒരു എക്സ്പെർട്ടൈസ് ഷോക്കേസ് ചെയ്യുന്ന തരത്തിൽ, അതുപോലെ തന്നെ നമ്മുടെ ബ്രാൻഡ് സ്റ്റോറി ബിൽഡ് ചെയ്തേക്കുന്നതിൻ്റെ കാര്യങ്ങൾ, പിന്നെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യങ്ങളെക്കുറിച്ച്, പാക്കേജിങ്, അതുപോലെ തന്നെ ഹൗ ടു ചൂസ് യുവർ ഫാബ്രിക്സ്, യുവർ ടീമിനെ കുറിച്ച്, നിങ്ങളുടെ ബിഹൈൻഡ് ദ സീൻസിനെ കുറിച്ച് ഒക്കെ നമുക്ക് വീഡിയോസ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ സെയിൽസാണ് വേണ്ടതെങ്കിൽ സെയിൽസ് എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് സെല്ലേഴ്സ് ഐറ്റംസ് ഒക്കെ നമുക്ക് പരിചയപ്പെടുത്താം, ഓഫർ ഡിസ്കൗണ്ടുകളൊക്കെ പറയാം, അതുപോലെ തന്നെ ലൈവ് Q&A നടത്താം, പ്രോഡക്റ്റിൻ്റെ ഡെമോ നടത്താം, അതുപോലെ ന്യൂ അറൈവൽ പ്രോഡക്ട്സിനെ കുറിച്ച് നമുക്ക് പറയാം. ഇങ്ങനെ ഓരോ ആഴ്ചയിലും നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ലിസ്റ്റ് ഓഫ് കോണ്ടൻറ്റ് നമ്മൾ എഡിറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ കോണ്ടൻറ്റുകൾ എഡിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാണ്ടാക്കാം. അപ്പോൾ ഒരു ദിവസം എന്ത് ചെയ്യണം, എന്തൊക്കെ കോണ്ടൻറ്റ് ഇടണം എന്നുള്ള കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് കൂടുതൽ ക്ലാരിറ്റിയോടുകൂടി തന്നെ കസ്റ്റമറുടെ മുമ്പിലോട്ട് നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ പരിചയപ്പെടുത്താനായിട്ട് സാധിക്കും. സോ അതോടൊപ്പം തന്നെ നമ്മൾ കസ്റ്റമേഴ്സിന് നമ്മളുടെ ഒരു കോണ്ടാക്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഒപ്പം തന്നെ ഷെയർ ചെയ്യുക. അതിലൂടെ നമ്മുടെ ബിസിനസ് കൂടുതൽ വളർത്താനായിട്ട് സാധിക്കും.